നമസ്കാരം. കമ്മ്യൂണിസ്റ്റുകാർ ഏഷ്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന നാടാണ് കേരളം. ഇന്ന് നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനവുമാണ് കേരളം. ഈ പരിതോവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരെ അവർ നയിക്കുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാരുകളെ എത്തിച്ച ഒരു പ്രധാനപ്പെട്ട കാരണം അവർ പരിസ്ഥിതിയോടും പ്രകൃതിയോടും സ്വീകരിച്ച സമീപനമാണ്. വികസനം എന്ന മുദ്രാവാക്യം സുപ്രധാനമായി തീർന്നപ്പോൾ പരിസ്ഥിതി അവർക്ക് ശത്രുപക്ഷത്തായി. അതുകൊണ്ട് വികസനവാദികളുടെ ശത്രുപക്ഷത്ത് പരിസ്ഥിതിവാദികളെ നിർത്തി. പരിസ്ഥിതിവാദികളെ കളിയാക്കാൻ അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം കപട പരിസ്ഥിതിവാദികൾ എന്നാണ്. വികസനത്തിന് മുമ്പിൽ പരിസ്ഥിതി ഒരു പ്രശ്നമല്ല എന്നും മനുഷ്യന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാൻ മനുഷ്യർക്ക് അവകാശമുണ്ട് എന്നുമുള്ള ഒരു മിഥ്യാധാരണയിലാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലമായി അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തിലെല്ലായിടത്തും സ്വീകരിച്ചു വന്ന ഒരു നയം അതാണ്. പക്ഷെ അത് ശരിയാണോ? യഥാർത്ഥത്തിൽ മാർക്സ്, കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ മാർക്സ് പരിസ്ഥിതിയോടും പ്രകൃതിയോടും ഈ മണ്ണിനോടും സ്വീകരിച്ച സമീപനം എന്താണ്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.